New Hope TV, your encounter with God. ഇത് നമ്മൾ ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഉടമ്പടി മാറാത്ത ഉടമ്പടിയാണ്. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നമുക്ക് വിശ്വസിച്ച് ജീവിക്കുവാൻ പറ്റും. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 5-6 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആ ശിഷ്യന്മാർ ദൈവത്തോടൊരു യാചന, ദൈവമേ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ, ലോർഡ് ഇൻക്രീസ് ആ ഫെയ്ത്ത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് സഭയിലും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? ദൈവത്തിലുള്ള ഒരു കോൺഫർമേഷൻ ഓർ എ കംഫർട്ട് ദാറ്റ് ഹിസ് വേർഡ്സ് ആർ അൺചേഞ്ചിങ്. ദൈവത്തിൻ്റെ വചനം മാറിപ്പോവുകയില്ല എന്നുള്ള ജ്ഞാനം അല്ലെ അറിവാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് സ്ഥിരീകരിച്ചതാണ്, അതിന് മാറ്റം വരികയില്ല എന്നുള്ളതിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുകയില്ല. സോ ഫെയ്ത്ത് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് യുവർ നോയിങ് ദാറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് അൺചേഞ്ചബിൾ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ വചനം മാറുകയില്ല. ആമേൻ. പ്രദർശനം വായിക്കോ, ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 5-6 വചനങ്ങൾ. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലുമൊക്കെ അവിടെ പ്രാർത്ഥിക്കുമോ? നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ജീവിക്കേണ്ട എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ നമ്മൾ ജീവിക്കുവാൻ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് വിശ്വാസമാണ്. അപ്പോൾ അത് നമുക്ക് വർദ്ധിപ്പിക്കണമേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കും പറയാമല്ല എൻ്റെ വിശ്വാസം അത് പൂർണ്ണതയിലേക്ക് വന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ വിശ്വസ്തത കണ്ട് അനുഭവിച്ച് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളർന്ന് ജീവിക്കേണ്ടവരാണ്. വൈകി സാധ്യമല്ല. അതിന് അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ മരങ്ങൾ മാറ്റാനായിട്ട് വെറുതെ വിശ്വാസിച്ചിട്ട് ഈ മരം ഇവിടെ നിന്ന് പറയും അങ്ങോട്ട് പോവുക, അതല്ല ദൈവം പറയുന്നത്. ഒരു ഉപമയായിട്ട് പറയുന്നത്, നമ്മൾക്ക് അസാധ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളും വിശ്വാസത്തിൽ നമുക്ക് സാധ്യമാണ്. നമുക്കറിയാം, ദൈവം പറയുന്നുണ്ട്, ഒരു ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിയുടെ കുഴലിൽ കൂടെ കിടക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. അതൊരു ഉദാഹരണമായിട്ട് പറയുക, അല്ല ദൈവത്തിൻ്റെ ജോലി ഇങ്ങനെ ഒട്ടകത്തെ സൂചിയുടെ ഇടയിൽ കൂടെ കയറ്റിക്കൊണ്ടുപോവുകയല്ല. അപ്പോൾ പറയുകയാണ്, മനുഷ്യന് എങ്ങനെ ചിന്തിച്ചാലും അസാധ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തോട് അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു വലിയ കാര്യം ദൈവം പറയുക, മനുഷ്യന് അസാധ്യമാണ് എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മാനുഷിക കഴിവുകളാൽ നോക്കുകയാണെങ്കിൽ അത് അസാധ്യമാണ്. പക്ഷേ ദൈവത്തോടു കൂടി ഞാൻ പങ്കാളിത്തം ഇടുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ കഴിവും എൻ്റെ വിശ്വാസം കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അതെല്ലാം സാധ്യമാണ്. അപ്പോൾ അതാണ് ദൈവം പറയുന്നത് ഇവിടെ, ഒരു കടുകുമണി പോലെ അത്രയും ചെറിയ വിശ്വാസം മതി. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക്, കാരണം അവിടെ നമ്മുടെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ആ വിശ്വാസം പൂർണ്ണതയിലേക്ക് നമുക്കറിയാമല്ലോ, വിശ്വസിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കേണ്ടത്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിച്ച് അത് നമ്മൾ നാവ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ മർക്കോസ് 16:20 പറയുന്നത് പോലെ, ഞാൻ ആ വചനത്തിൻ്റെ മധ്യേ ഞാൻ പ്രവർത്തിക്കും, അത് ഞാൻ അടയാളങ്ങൾ വഴി സ്ഥിരീകരിക്കും. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 43-ാമത്തെ വചനം വായിക്കുമോ. ഇവിടെ ദൈവം ഒരു വലിയ സത്യം പറയുകയാണ്. എന്തുകൊണ്ടാണ് വചനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും അനുസരിക്കാൻ പറ്റാത്തത്? വൈകിട്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? എൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാകുന്നു. ആമേൻ. ഇംഗ്ലീഷിൽ I think he just put in a slightly different ways. Why don't you understand? Why don't you understand my word? അപ്പോൾ യേശു പിന്നെ അതിന് ഉത്തരം തരികയാണ്, ബിക്കോസ് യു ആർ നോട്ട് വില്ലിങ് ടു ലിസൺ. യു ആർ നോട്ട് ഏബിൾ ടു ലിസൺ. അവിടെ ലിസൺ ആണോ? ഒന്ന് വായിച്ചേ. ഈ എൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. ഓക്കെ, നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണ്? നമ്മൾ അത് അനുസരിക്കാൻ തയ്യാറല്ല. You're not able to understand my word because you're not prepared to listen to my word. എന്ന് വെച്ചാൽ അത് അനുസരിക്കുവാനായിട്ട് നമുക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എത്ര കേട്ടാലും അതിൻ്റെ സത്ത്, ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ആ വചനങ്ങൾ അനുസരിക്കാൻ പറ്റുന്നില്ല. കാരണം വചനത്തിലാണ് അനുഗ്രഹം വെച്ചിരിക്കുന്നത്. ആ വചനമാകുന്ന വിത്ത്
ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഹരിച്ച് അതിനെ ഞാൻ കാത്ത് അതിൻ്റെ ഞാൻ എന്താ പറയുന്നത്, യു മസ്റ്റ് വെയിറ്റ് അപ്പോൺ ദ വേർഡ്. അപ്പോഴാണ് ആ വചനമാകുന്ന വിത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. പക്ഷേ അത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാതിരിക്കുന്നത്. പിന്നെയും നമ്മൾ ദൈവത്തിൻ്റെ ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 31, 32 വചനങ്ങൾ വായിക്കാവും. ലൂക്കാസ് സുവിശേഷം 22, 31, 32. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം നഷ്ടമാകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവിടെ നമ്മളെ ഇപ്പം നമ്മൾ ഒരു പാട്ട് പാടിയില്ലേ, എന്താണ് 69-ാമത്തെ പാട്ട് അല്ലേ? ഞാൻ കഷ്ടങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു, പീഡനങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. ഇതൊക്കെ പാടാൻ എളുപ്പമാണ്. പക്ഷേ ഞാൻ പറയാം, കാരണം ആ പീഡനങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ വീണു പോകുമോ? നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം യാക്കോസ്യയുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് തുടക്കത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് പീഡനങ്ങൾ, ട്രയൽസ്, താങ്ക് ഗോഡ് ഫോർ ട്രയൽസ്, ബിക്കോസ് ആ ടെസ്റ്റിങ്ങിലൂടെ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വരും. പക്ഷേ ആ ടെസ്റ്റിങ്ങിൽ നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം, അല്ലെങ്കിൽ വീണു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്ന പല പാട്ടുകളും നല്ലതാണ്, വചനം നല്ലതാണ് കേട്ടോ. ഞാൻ യാക്കോസ്യയുടെ ലേഖനം തന്നെ വായിക്കുക. ഞാൻ ആ പാട്ട് പാടിയപ്പം ഞാൻ ഈ വചനം എടുത്ത് വായിച്ചു. കാരണം നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ പാടുന്നത് നല്ലതാണ്, പക്ഷെ പാടുന്നത് നമ്മളുടെ ഒരു യാചനയായിട്ട് പാടണം. അല്ലാതെ വെറുതെ ആരോ എവിടെ കച്ചടിച്ച് കുറച്ച് പാട്ടുണ്ടാക്കിയതുകൊണ്ട് അത് പാടിയിട്ട് കാര്യമില്ല. കാരണം അവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, നമുക്ക് പീഡനങ്ങൾക്ക് നന്ദി, അല്ലേ, നഷ്ടങ്ങൾക്ക് നന്ദി, എല്ലാം നന്ദി. കാരണം അത് വചനം ഇങ്ങനെ പറയുന്നത്. യാക്കോസ്യയുടെ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം, 1-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം ഇങ്ങനെയാണ്: മൈ ബ്രദറൻ, കൗണ്ട് ഇറ്റ് ഓൾ ജോയ് വെൻ യു fall into various trials, knowing that the testing of your faith produces patience. But let patience have its perfect work, that you may be perfect and complete, lacking nothing. അപ്പോൾ ആ ടെസ്റ്റിങ് നിലനിൽക്കുവാനുള്ള, അല്ലെങ്കിൽ അതിനോ വീട് പോകാതിരിക്കുവാനുള്ള വിശ്വാസമുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇവിടെ ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ യേശു പത്രോസിനോട് പറയുകയാണ്, പിശാച് നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാനായിട്ട് ഇരിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പലപ്പോഴും നമ്മളുടെ എതിരെ ശോധനകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അത് ദൈവം അനുവദിച്ച ഒരു ടെസ്റ്റിംഗ് ആണ്. കാരണം എന്താണ്? സാത്താൻ്റെ ആ ടെസ്റ്റിങ്ങിൽ നമ്മൾ വീണ് പോയി നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് അതുവഴി നാശത്തിലേക്ക് പോകാതിരിക്കുമോ ഇല്ലയോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. പക്ഷേ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഈ ലോകത്തിൽ, അല്ലെങ്കിൽ സാത്താൻ്റെ എതിരെ നമുക്ക് ചേർത്ത് നിൽക്കുവാൻ വേണ്ടത് വിശ്വാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വിശ്വാസത്തിൽ കൂടെയാണ് നീതിമാൻ നടക്കുന്നത്. നമുക്കറിയാം, റോമാർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല, എന്നുകൊണ്ടെന്നാൽ അത് വിശ്വസിക്കുന്നവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണെന്നും അത് യഹൂദർക്ക് ആദ്യവും പിന്നെ വിജാതിയർക്കും. പിന്നെ അവിടെ പറയുന്നുണ്ട്, അതിൽ ആ വചനത്തിൽ, സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിട്ടുണ്ടെന്നും അത് നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിൻ്റെ സബ്സിഡി നമുക്കറിയാം. നമ്മുടെ ശരീരം ഇവിടെ ജീവിക്കുന്ന ഒന്ന് എന്താണ്? ഓക്സിജൻ, അല്ലേ? യു നീഡ് ഓക്സിജൻ എവറി ഡേ, 24 hours. ഉറങ്ങുമ്പോഴും നമുക്ക് ഓക്സിജൻ വേണം. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് വിശ്വാസം വേണം. ആ വിശ്വാസം എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ ദൈവത്തിൻ്റെ വചനത്തിലുള്ള നീതി വെളിപ്പെട്ടിരിക്കണം. ദ റൈച്ചസ്നസ് ഓഫ് ഗോഡ്, നീതി, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത് വചനത്തിലാണ്. ആ വചനത്തിൽ വിശ്വസിച്ചിട്ടാണ് നീതിമാൻ ആ വചനത്തിലുള്ള വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദ റൈച്ചസ് ലിവ് ബൈ ഫെയ്ത്ത് ഇൻ ദ റൈച്ചസ്നസ് വിച്ച് ഇസ് റിവീൽഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വചനത്തിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അടിസ്ഥാനമായ ഒരു അറിവെനിക്ക് വേണം. ഞാൻ വിശ്വസിക്കുന്ന വചനം മാറിപ്പോവുകയില്ല. ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു കാര്യം അത് എന്ത് വന്നാലും അത് മാറിപ്പോവുകയില്ല. ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് അൺചേഞ്ചിങ്. എങ്കിൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് ഉറപ്പ് തരുന്നത്. ഹെബ്രായർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം വായിക്കുക. Thus God determined to show more abundantly to the heirs of promise the immutability of his counsel, confirmed it by an oath. Immutable എന്ന് പറഞ്ഞാൽ
മാറാത്തത്, അൺചേഞ്ചിങ്. വായിച്ചേ. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിക്കുവാൻ ഇച്ഛിച്ച് സത്യം ചെയ്ത് ഉറപ്പ് കൊടുത്തു. ആമേൻ. സോ ഇംഗ്ലീഷ് ഒന്നും കൂടെ വായിക്കാം. Thus God determined to show more abundantly to the heirs of promise. കാരണം നമുക്കറിയാം ഹെയർസ്, അവകാശങ്ങൾ, വാഗ്ദത്തങ്ങളുടെ അവകാശി നമ്മളാണ്. നമുക്കറിയാം ഗലാത്യർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായം 13-14 വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിനോട് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളുടെ അവകാശികളാണ് നമ്മൾ. അങ്ങനെ വാഗ്ദത്തങ്ങളുടെ അവകാശികളാകുന്ന നമ്മൾക്ക് ദൈവം പറയുകയാണ്, ഹി ഹാസ് റിവീൽഡ് ദ ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം മാറാത്ത വചനമാണെന്നുള്ളത്, അവൻ്റെ ഉപദേശം മാറാത്തതാണെന്നുള്ളത് അവൻ വെളിപ്പെടുത്തി തന്നു. കാരണം എന്താണ്? നമ്മൾക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു എന്നാ പറയുന്നത്, ഒരു പലക, ഒരു പാലത്തെ കയറി അങ്ങോട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ പോകുന്ന നമുക്ക് എന്താ ഉറപ്പുണ്ട്? ഈ പാലം വീഴുകയില്ലെന്ന്, അല്ലേ? ആ പാലം പൊളിഞ്ഞു പോകുകയില്ല എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കത് ചെയ്യുവാനോ അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ദോഷം വരികയില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുകയുള്ളൂ. സംശയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം തിത്തോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, നിത്യതയുടെ പ്രത്യാശയുള്ളവർക്ക് ദൈവം ആ വാഗ്ദാനം പറയുകയാണ്, ആ വചനം കൊടുത്തിരിക്കുകയാണ്. തിത്തോസ് 1:2. വ്യാജം പറയാത്ത ദൈവം ആരംഭത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ്റെ പ്രത്യാശയിലും നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്തിലൂടെ തക്ക സമയത്ത് അവൻ്റെ വചനം വെളിപ്പെടുത്തി. ആമേൻ. അപ്പം എന്ത് ചെയ്യാത്ത ദൈവം? വ്യാജം പറയാത്ത ദൈവം, നുണ പറയാത്ത ദൈവം, അല്ലേ? ആ തക്ക സമയത്ത് ആ ജീവനെക്കുറിച്ചുള്ള വചസ്സുകൾ വെളിപ്പെടുത്തി. ഒന്നുകൂടെ വായിച്ചത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മുടെ ദൈവം വ്യാജം പറയുകയില്ല. അതാണ് നമ്മളുടെ ദൈവത്തിൻ്റെ സ്വഭാവം. ഹീ ഈസ് എ ഗോഡ് ഹൂസ് വേർഡ് ഇസ് ട്രൂത്ത്. വചനം സത്യമാണെന്നുള്ളത് വായിച്ചേ. വ്യാജം പറയാത്ത ദൈവം ലോകാരംഭത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയിലും നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്തിലൂടെ തക്ക സമയത്ത് അവന്റെ വചനം വെളിപ്പെടുത്തി. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു. കാരണം എന്നെ നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പ് അറിയാവുന്നൊരു ദൈവമുണ്ടെങ്കിൽ എന്നെ നിങ്ങളെ രക്ഷിക്കുവാനുള്ള പദ്ധതികളും അന്ന് തന്നെ ഇട്ടിട്ടുണ്ട്, ആ നിത്യജീവൻ്റെ. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വചനത്തിലുള്ളതൊന്നും വ്യാജമല്ല, അത് സത്യമാണ്, ദൈവത്തിൻ്റെ ബാക്കിംഗ് ഉള്ളതാണ്. നമുക്കറിയാം എന്തുമാത്രം നമ്മളിപ്പം എന്നാ പറയുന്നത് ഇത് ഒരു 200 രൂപയുടെ കടലാസാണ്, 200 രൂപയുടെ കടലാസാ, അല്ലേ? ഇത് വെറും കടലാസാ. ഇത് ഈ അച്ചടിക്കുന്നതിന് മുമ്പ് വെറും എന്നാ പറയുന്നത് ഒരു വിലയില്ലാത്ത കടലാസാണ്. അതേസമയത്ത് എനിക്ക് ഉറപ്പുണ്ട്, എന്താണ്? ഈ കടലാസ് 200 രൂപ, ഇത് ഈ 200 രൂപയുടെ എന്തെങ്കിലും സാധനങ്ങൾ ഏത് കടയിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു ശുപാർശയുമില്ലാതെ എനിക്ക് കൈമാറാൻ പറ്റുമെന്ന്, അല്ലേ? കാരണം എന്താണ്? ഇതിനകത്ത് ഒരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ റിസർവ് ബാങ്കിലെ ഗവർണറാണ്. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് റുപ്പീസ് 200 റുപ്പീസ്. ആ ഒരു അച്ചടിച്ചിട്ടുണ്ട്. ആ ഗവർണറുടെ ഒരു അച്ചടി മാത്രം അയാളൊന്നും സൈൻ ചെയ്തിട്ടില്ല ഇത്. ഹലോ. അപ്പോൾ ഈ തുണ്ട് കടലാസിന് 200 രൂപയുടെ ഒരു മൂല്യമുണ്ട്. കാരണം എന്താണ്? ഒരു പ്രോമിസ് ഉണ്ട്. പണ്ടുണ്ടായിരുന്നു പ്രോമിസ് ഓൺ ഡിമാൻഡ്. ഇപ്പം ഡിമാൻഡില്ല കേട്ടോ, പ്രോമിസേ ഉള്ളൂ. പ്രോമിസ് അപ്പോൾ മനസ്സിലാക്കണം, ഈ ഒരു കടലാസിന് ഒരു റിസർവ് ബാങ്ക് ഗവർണറുടെ ഒരു പ്രോമിസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആരോടും ഒരു ശുപാർശയും ചോദിക്കാതെ ധൈര്യത്തോട് പോയി എവിടെ വേണമെങ്കിലും 200 രൂപയുടെ സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റും. സഹോദര, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ദൈവത്തിൻ്റെ ഈ ഗ്യാരണ്ടി കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും, എന്തൊക്കെ സ്വന്തമാക്കാൻ പറ്റും? ഹലോ, ഇതിനകത്ത് നിത്യജീവൻ സ്വന്തമാക്കാൻ പറ്റും. ഒരു മനുഷ്യൻ ഗ്യാരണ്ടി ചെയ്തതല്ല, ഇത് ദൈവം ഗ്യാരണ്ടി ചെയ്തതാണ്. ഒന്നും കൂടെ വായിച്ച പയ്യെ കേൾക്കണം. തിത്തോസ് 1:2. വ്യാജം പറയാത്ത ദൈവം ലോകാരംഭത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയാണ്. ഇവിടെ പറഞ്ഞത് 200 രൂപയുടെ സാധനം പോയി കമ്പോളത്തിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദൈവം ഈ വചനത്തിലൂടെ എനിക്ക് വാഗ്ദാനം ചെയ്തത് നിത്യജീവനാണ്.
ബാക്കി വായിച്ചു. നിത്യജീവന്റെ പ്രത്യാശയിലും നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്തിലൂടെ തക്ക സമയത്ത് അവന്റെ വചനം വെളിപ്പെടുത്തി. ആമേൻ. അപ്പോൾ എനിക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നേരത്തെ പറഞ്ഞു ദിസ് എ വെരി ഫണ്ടമെൻ്റൽ. ഐ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഐ മസ്റ്റ് കം ടു ദ കൺക്ലൂഷൻ, എന്നാ പറയുന്നത്, ഒരു ഇർറിവേഴ്സിബിൾ കൺക്ലൂഷൻ ദാറ്റ് മൈ ഗോഡ്സ് വേർഡ് ഈസ് വർത്തി ഓഫ് ബിലീവിങ്. അതിന് മാറ്റമുണ്ടാകുകയില്ല സഹോദര. അത് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവം പിന്നെ പറയുന്ന സങ്കീർത്തനം 33-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെ വായിക്കാം. സാം 33:10-12. യഹോവ ജനതകളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. മനുഷ്യന്റെ ആലോചന വ്യർത്ഥമാക്കുകയാണ്. ജനങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. ഇത് എനിക്ക് മാത്രമല്ല, ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവനെ സ്നേഹിക്കുന്നവന് അവൻ 1000 തലമുറ വരെ അനുഗ്രഹിക്കും. അത് വിശ്വസിക്കുന്ന പേരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സഹോദര, ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് കേട്ടോ. വെറുതെ ഒന്ന് അങ്ങനെ അച്ചടിച്ച് ഒരു നിസ്സാരമായിട്ട് എടുക്കരുത്. നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മളുടെ 1000 തലമുറകളെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഒരു സാത്താനും ആ അനുഗ്രഹം കവർന്നെടുക്കാൻ പറ്റുകയില്ല. ബാക്കി വായിച്ചു. യഹോവ ദൈവമായിരിക്കുന്ന ജനതയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാകും. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്ത് ഞാനത് പ്രാപിക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഐ വിത്ത് മീ? അതുകൊണ്ടാണ് ഞാൻ പറയണം, നമ്മൾക്ക് വചനം വിശ്വസിച്ച് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനം മാറിപ്പോകരുത് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഇത് പറയുമല്ലോ ചില പറയും ഇതൊക്കെ അന്ന് ആരും എഴുതുക നമുക്ക് പോലും അറിയില്ല. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, മറ്റുണ്ടായിരുന്നു, മറിച്ചുണ്ടായിരുന്നു, ഇത് ആരെ കൂട്ടിച്ചേർത്തതാന്ന് പോലും അറിയില്ല. അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കുന്നതല്ല. കാരണം അവിടെ പറയുന്നുണ്ട്, 10-ാമത്തെ വചനം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ചിന്തകളൊക്കെ വൃത്തമാണ്, അതേസമയത്ത് ദൈവത്തിൻ്റെ ചിന്തകൾ ശാശ്വതമാണ്. ദൈവത്തിന് നമുക്കൊരു വചനം അറിയാമല്ലോ, എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ആകാശവും ഭൂമിയും പോലെ അത്ര വ്യത്യാസമുണ്ട് ദൈവത്തിൻ്റെ ചിന്തകളും നമ്മളുടെ ചിന്തകളും. സഹോദരൻ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്കിത് ദൈവം ആ ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് ഒരു ഹീസ് ഗിവിങ് യു എൻ ആക്സസ് ഓർ എ റെവലേഷൻ ഇൻ ടു ഹിസ് തോട്ട്സ്. ഐ വിത്ത് മീ? അതാ ദൈവം പറയുന്നത്, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സിൽ ഗ്രഹിച്ചിട്ടില്ല എന്നാണ് ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് വഴി ദൈവം നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതിനെക്കുറിച്ചുള്ള ജ്ഞാനം ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആ വെളിപ്പെടുത്തി തരുന്നത് ഈ വചനത്തിലൂടെയാണ്. ഈ വചനം യേശുവാണ്. ഐ വിത്ത് മീ? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, വചനത്തിൽ വേണം നമ്മൾ വിശ്വസിക്കാൻ. വി മസ്റ്റ് ഹാവ് അൺഫെയിലിംഗ്, അൺചേഞ്ചബിൾ, അൺക്വസ്റ്റനബിൾ ഫെയ്ത്ത് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ വായിക്കണം, അതുകൊണ്ടാണ് സങ്കീർത്തനം 1:2 പറയുന്നത്, ബ്ലെസ്ഡ് ഇസ് എ മാൻ ഹു വാക്കത്ത് നോട്ട് ഇൻ ദ കൗൺസിൽ ഓഫ് ദി അൺഗോഡ്ലി. സോ വായിച്ചേ, സാം 1:1-2. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. അപ്പോൾ അത് ചെയ്യാത്തവൻ, ദൈവത്തിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നവൻ എന്താണ്? ഭാഗ്യവാൻ. അടുത്ത വചനം വെച്ചേ, 2. അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നു. അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഹി ഡിലൈറ്റ്സ് ഇൻ ദ വേർഡ് ആൻഡ് ഹി മെഡിറ്റേറ്റ്സ് ഓൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. കാരണം എന്താണ്? ഡേ ആൻഡ് നൈറ്റ് അവൻ ശ്വസിക്കുന്നുണ്ട്, അല്ലേ? ജീവിക്കുവാൻ വേണ്ടി അവൻ്റെ ശരീരം ശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മാവിന് ജീവൻ വേണ്ടതിന് അവൻ ഈ വചനത്തെ രാപകല് ധ്യാനിച്ച് ജീവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹി ഹു മെഡിറ്റേറ്റ്സ് ഇൻ ദ വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ ധ്യാനിക്കണം നമ്മൾ, കാരണം ആ വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം എടുക്കുകയാണെങ്കിൽ 8-ാമത്തെ വചനം വായിച്ചേ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും, നിനക്ക് ഉന്നത വിജയമുണ്ടാകും. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഉന്നത വിജയം ഉണ്ടാകാൻ വേണ്ടിയാണ്. നീ നമുക്ക് എപ്പോഴും വിജയമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം. പക്ഷേ വിജയത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്.
അത് നമ്മൾ രാപകല് ധ്യാനിച്ച് നമ്മൾ അതിൽ നിന്ന് ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, അതുകൊണ്ടാണ് ദൈവം പിന്നെയും നമുക്ക് ഒരു ഉറപ്പ് തരികയാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം വായിക്കും. Hebrews 6:18. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് വ്യാജം പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. ആമേൻ. എന്ത് കാര്യം? 2 കാര്യം. ഇത് പല പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ മാറാത്തത്, അൺചേഞ്ചിങ്. ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് അറ്റ് ഓൾ. 2 കാര്യമുണ്ട്. എന്താണ് ഈ 2 കാര്യം? ദൈവത്തെ സംബന്ധിച്ചുള്ളതാണ്. എന്താണ്? ഒന്ന്, ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. എന്താണ്? ആമേൻ. ദൈവത്തിൻ്റെ ആ സ്വഭാവം, ദൈവത്തിൻ്റെ ക്യാരക്ടർ ഇറ്റ് ഈസ് എന്നാ പറയുന്നത്, ദാറ്റ് ഓൾ തിങ്സ് ആർ പോസിബിൾ. യെസ്, ഇറ്റ് ഈസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. കാരണം ദൈവമായതുകൊണ്ട്. ഐ വിത്ത് മീ? ദൈവമായതുകൊണ്ട് ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. പിന്നെ ദൈവത്തിൻ്റെ എന്നാ പറയുന്നത് കവണൻറ്റ്, രണ്ടാമത്തത് അത് മാറാത്ത കവണൻ്റാണ്, അൺചേഞ്ചിങ്. അതെ, ആകാശവും ഭൂമി മാറിപ്പോകും, എങ്കിലും എൻ്റെ വചനത്തിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറുകയില്ല. So these are the 2 unchanging things. One, the character of God, that all things are possible. എല്ലാം നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. 2, എന്താണ്? ആ ദൈവത്തിന് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ആകാശവും ഭൂമിയും മാറിപ്പോകും, എങ്കിലും എൻ്റെ വചനം മാറിപ്പോവുകയില്ല. അതാണ്, ദീസ് ആർ ദ 2 things on which you and I have hope. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് that by 2 immutable things in which it is impossible for God to lie, we might have strong consolation who have fled for refuge to lay hold of the hope set before us. അതെ, എൻ്റെ ഒരു അഭയമാണ് ദൈവം. എൻ്റെ പ്രശ്നങ്ങളിലും എൻ്റെ ബുദ്ധിമുട്ടുകളിലും ഒക്കെ എനിക്ക് അഭയമായിട്ട് ഒരു സ്ഥലമുണ്ട്. അത് എൻ്റെ യേശുവാണ്. ആ യേശുവിലേക്ക് വരുമ്പോൾ, യേശുവിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. യേശുവിൻ്റെ എന്നാ കവണൻറ്റ് നോക്കുമ്പോൾ എന്താണ്? യേശുവിൻ്റെ ആ കവണൻറ്റിൽ ആകാശവും ഭൂമി മാറിപ്പോയാലും ആ ഉടമ്പടി മാറുകയില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിലാണ്. കാരണം നമ്മൾ ആ വചനങ്ങൾ പിന്നെയും വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് അടുത്ത് 19 വായിച്ച് അവിടെ പറയുന്നുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയമായും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്ത് കടക്കുന്നതുമാകുന്നു. ആമേൻ. അതൊരു നങ്കൂരമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കപ്പൽ കടലിൽ എങ്ങനെ തിരമാലകളുടെ ഇടയിൽ അലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറയുന്നത്, എപ്പോഴാണ് നശിക്കാൻ പോകുക എന്നുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അവർ ആ നങ്കൂരം ഇറക്കുമ്പോൾ ആ കപ്പലിന് ശാന്തത ഉണ്ടാവുകയാണ്. ഐ വിത്ത് മീ? ഇറ്റ് ഈസ് എൻ ആങ്കർ ഓഫ് മൈ സോൾ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം, നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യാശ, ആ പ്രത്യാശ ദൈവത്തിൻ്റെ വചനം അടുത്ത വചനം അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആ പ്രത്യാശ എവിടെ പോയിരിക്കുകയാണ്? ഇറ്റ് ഹാസ് ഗോൺ ബിഹൈൻഡ് ദ വെയിൽ. അല്ലേ? ബിഹൈൻഡ് ദ വെയിൽ. എവിടെ ബിഹൈൻഡ് ദ വെയിൽ? എന്താ ഉള്ളത്? നമുക്കറിയാം, ആ പഴയ ഉടമ്പടി അനുസരിച്ചുള്ള ആരാധനയിൽ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധമായ സ്ഥലത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഐ വിത്ത് മീ? അവിടെ പ്രധാന പുരോഹിതൻ കൊല്ലത്തിലൊരിക്കൽ ജനങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് രക്തം കൊണ്ടുപോകുകയാണ്. ഐ വിത്ത് മീ? എന്താണ്? അതുവഴി അവർക്കൊരു പാപമോചനം കിട്ടി, അനുഗ്രഹിക്കപ്പെടാനായിട്ട്. ഐ വിത്ത് മീ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മെൽക്കിസെദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള നമ്മളുടെ പ്രധാന പുരോഹിതൻ, ആ പുരോഹിതൻ്റെ രക്തം കൊണ്ട് ആ വെയിലിൻ്റെ പുറകെ പോയിരിക്കുകയാണ്. അപ്പോൾ ആ പുരോഹിതനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അവനാണ് എൻ്റെ പ്രത്യാശ, ആ യേശുവാണ് എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയാകുന്ന വ്യക്തിയാകുന്ന യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തിമോത്തിയുടെ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഇവിടെ പിന്നെയും പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ രക്ഷകൻ യേശുവാണെങ്കിൽ എൻ്റെ പ്രത്യാശയും യേശുവാണ്. രക്ഷകൻ ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ പ്രത്യാശ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ രക്ഷകൻ എന്നെ കൈവിടുകയില്ല. ഐ വിത്ത് മീ? എൻ്റെ രക്ഷകൻ എന്നെ രക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രത്യാശയാകുന്ന യേശു എനിക്ക് പ്രത്യാശ തരും. അതുകൊണ്ടാണ് റോമാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുന്നത്,
ആത്മധൈര്യത്തോടെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ പ്രത്യാശയാകുന്ന യേശു എന്നെ നിരാശനാക്കുകയില്ല. റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിച്ച് ആരെയും അവൻ ലജ്ജിപ്പിക്കുകയില്ല. നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതല്ലേ. ഇത് വായിക്കാൻ മാത്രമല്ല സഹോദര, ഇത് വിശ്വസിക്കാനുള്ളതാണ്. നമ്മളുടെ രക്ഷകനും നാഥനും കർത്താവുമായ യേശു നമ്മളെ ലജ്ജിപ്പിക്കുകയില്ല. അവനിൽ വിശ്വസിക്കുവാൻ കൊള്ളാവുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി, പിന്നെ നമ്മൾ സങ്കീർത്തനം 89, 34, 35 വചനങ്ങൾ വായിക്കണം. Psalm 89, 34, 35. ഞാൻ എൻ്റെ നിയമം ലംഘിക്കുകയോ എൻ്റെ അധികാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. There is no question. I will not break my covenant. Or I will not change. നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് കേൾക്കാം. സഹോദരൻ, ഇത് നമ്മളെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സേവിക്കുന്ന ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിൽ നമ്മളൊന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസമാണ് വിശ്വാസിക്ക് ഒട്ടും ഇല്ലാത്തത്. ഹല്ലേലൂയ. 84, 34 പറയുന്ന, മൈ കവനന്റ് ഐ വിൽ നോട്ട് ബ്രേക്ക് നോർ ഓൾട്ടർ ദ വേർഡ് ദാറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് മൈ ലിപ്സ്. കാരണം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും അത് അയച്ചിരിക്കുന്ന പ്രവൃത്തി നിർവഹിക്കും. ഐ വിത്ത് മീ, അത് നിർവഹിക്കും. ആ നിർവഹിക്കുന്നതിനിടെ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നീ അനുഗ്രഹിക്കപ്പെടും. അത് തിരിച്ചു വരുന്നത് വ്യാജമായിട്ടോ അല്ലെങ്കിൽ ശൂന്യമായിട്ട് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. കാരണം എന്താണ്? അതിൻ്റെ മധ്യേ പ്രവർത്തിക്കുന്നത് ഞാനാണ്. അത് ഞാൻ അടയാളങ്ങൾ വഴി സ്ഥിരീകരിക്കും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം.